ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പഴയ ഹെയർ ക്ലിപ്പ് കാണും അല്ലേ? പഴയതല്ല, നമുക്ക് പുതിയ ഒരു ഹെയർ ക്ലിപ്പാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് പുതിയ നല്ലൊരു രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഹെയർ ക്ലിപ്പായിരിക്കും. അത് കളയാതെ നല്ല രീതിയിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കതെങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഗ്ലൂ ആണ്. B7000 ഗ്ലൂ വേണം. പിന്നെ നമ്മൾ ബ്ലൗസിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ കുറച്ച് ലേസ് വേണം. പിന്നെ പഴയൊരു ഹെയർ ക്ലിപ്പ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇതിത്രയും വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഗ്ലൂ എടുക്കണം. ഞാൻ ഉപയോഗിച്ച് വെച്ചിരുന്ന ഗ്ലൂ ആണ്, അപ്പോൾ അതിൽ കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ഗ്ലൂ എടുത്ത് നന്നായിട്ട് ക്ലിപ്പിൻ്റെ എല്ലാ സൈഡിലും പുരട്ടണമുണ്ട്. അപ്പോൾ എൻ്റേതൊരു പഴയ ക്ലിപ്പാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ച് കളയാനായിട്ട് വെച്ചിരുന്ന ക്ലിപ്പാണ്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കളയണ്ട, എന്തെങ്കിലും പുതിയത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ട്രെയിനിങ് അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബ്ലൗസിൽ വെക്കുന്ന ആ ഒരു സ്റ്റോണുള്ള ലേസ് ഇല്ലേ, അതിൻ്റെ ഫസ്റ്റ് ഒരു പോർഷൻ കാണും, അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ഗ്ലൂ വെച്ച അത്രയും ഭാഗത്ത് ഞാൻ ഫസ്റ്റ് ഒന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് വെച്ച് നോക്കിയതാണ്. അപ്പോഴത്തേക്കും ഓരോ സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഇളകിപ്പോകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റണം. ഇത് സ്ക്വയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാത്രമേ ജോയിൻ ചെയ്ത് ഒട്ടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ആ കണക്കിന് അതിനെന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലേ, നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് അതിൻ്റെ ഫുള്ള് ഇങ്ങനെ എല്ലാം പോയി അത് നമുക്കിങ്ങനെ കളയാനും മനസ്സില്ല, നമ്മൾ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ കാണാം. അതിന് നമ്മളിതുപോലെ നമ്മുടെ ഒരു ഐഡിയയിൽ നമ്മളത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കളയാതെ നമുക്കത് ഉപയോഗിക്കാം എത്ര നാളെടുത്തിട്ടായിരുന്നാലും. ഇങ്ങനെ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കണം എല്ലാ സൈഡിലും. ഈ B7000 ഗ്ലൂ ആയതുകൊണ്ട് തന്നെ അതങ്ങ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. പെട്ടെന്ന് അതങ്ങ് ഒട്ടിക്കോളും. നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ അതെന്ത് ചെയ്യും, നന്നായിട്ടങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ജസ്റ്റ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒട്ടിക്കുന്നത് കൊണ്ട് കറക്റ്റ് അളവ് എങ്ങനെയാണെന്ന് അറിയാം. ജസ്റ്റ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അവിടെ 2 സ്റ്റോണിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്ക് ബാക്കി അകം പോർഷൻ ഒട്ടിക്കണം എന്നുള്ളവർക്ക് ഒട്ടിക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ച് തന്നെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ വെച്ച് തന്നെ ഉപയോഗിക്കാം. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചു. ഇതും കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇല്ല, അകത്ത് ഫുള്ളായിട്ട് ഇതിങ്ങനെ ഈ സ്റ്റോണ് കവർ ചെയ്ത് ഒട്ടിക്കണം എന്നുള്ളവർക്ക് ഒട്ടിക്കാം. ഈ സ്റ്റോൺ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റോൺ ആണെങ്കിലും ഇതുപോലെ നമുക്ക് വെച്ച് ഒട്ടിക്കാനായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ ഗ്ലൂ അത് കഴിയാറായി. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ മാത്രമേ ബാക്കി ഗ്ലൂ പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിലാണ്. അപ്പോൾ ബാക്കി കിട്ടിയ ഗ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അകം ഭാഗം കൂടി കവർ ചെയ്യുന്നുണ്ട്. അകത്ത് ഫുള്ളായിട്ട് ഗ്ലൂ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം. അകത്ത് ഗ്ലൂ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ആ സ്റ്റോൺ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒറ്റ ലെയർ, ഇനി അടുത്ത ഒരു ലെയറിനും കൂടെ ഉള്ള സ്പേസ് മാത്രമേ
ഞാൻ എടുത്ത ഹെയർ ക്ലിപ്പിൽ ഉള്ളൂ. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ക്ലിപ്പ് കണ്ടോ, പഴയ ക്ലിപ്പല്ല ഇത്, പഴയ ക്ലിപ്പാണ് എങ്കിലും പുതിയൊരു മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മളൊരു പുതിയ ക്ലിപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരുന്ന പഴയ ക്ലിപ്പാണെന്ന് കണ്ടാൽ എന്താണ് ആരും പറയത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ ഈ ഒരു സ്റ്റോണൊക്കെ വാങ്ങണമെങ്കിൽ 1 മീറ്ററിനൊക്കെ 20 രൂപയുള്ളൂ. 1 മീറ്ററൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല. ആ ഒരു പശയ്ക്കാണെങ്കിൽ 40 രൂപയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള പുതിയ ക്രാഫ്റ്റ് വർക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.